പെട്രോൾ ഡീസൽ വിലകളിൽ നല്ല രീതിയിൽ കുറവ് വരുമെന്നാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. നേരിട്ടുള്ള ഒരു വില കുറക്കലല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് റോഡുകളുടെ വികസനം പൂർത്തിയാകുമ്പോൾ യാത്രാ സമയം പകുതിയായി കുറയുമെന്നും അത് പെട്രോൾ വില കുറയുന്നതിന് സമാനമായ ഒരു പ്രതീതി ജനജീവിതത്തിൽ സൃഷ്ടിക്കുമെന്നുമാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത്. താൻ ഈ പറയുന്നത് കൃത്യമായ കാര്യമാണെന്നും ഗണിത സാമ്പത്തിക ശാസ്ത്രം, അതായത് മാത്തമാറ്റിക്കൽ ഇക്കണോമിക്സ് അറിയുന്ന ആരും ഈ ആശയത്തെ വിമർശിക്കില്ല എന്നും കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. മോദി സർക്കാരിന്റെ 12ാം വാർഷികത്തോടനുബന്ധിച്ച് BJP കോട്ടയം, വെസ്റ്റ്, ഈസ്റ്റ് ജില്ലകൾ സംയുക്തമായി സംഘടിപ്പിച്ച വികസന സങ്കല്പ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയെ ചൊല്ലി വലിയ തർക്കങ്ങളും വിമർശനങ്ങളുമാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടെ ഈ യാത്രാക്ലേശങ്ങൾക്ക് വലിയ തോതിൽ പരിഹാരമാകും. തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ എത്താൻ ഇപ്പോൾ 9 മുതൽ 10 മണിക്കൂർ വരെയാണ് എടുക്കുന്നത്. എന്നാൽ ഈ റോഡ് വികസനങ്ങൾ പൂർണ്ണമാകുന്നതോടെ കോഴിക്കോട്ട് നിന്ന് പൊന്നാനി വഴിയോ അല്ലെങ്കിൽ പഴയ ദേശീയപാത 47 വഴിയോ വന്നാലും ഏതാണ്ട് പകുതി സമയത്തിനുള്ളിൽ ലക്ഷ്യസ്ഥാനത്ത് എത്താനാകും. ഇങ്ങനെ നമ്മുടെ യാത്രാ സമയം പകുതിയായി ചുരുങ്ങുമ്പോൾ സ്വാഭാവികമായും ഇന്ധനം നമുക്ക് ലാഭിക്കാൻ കഴിയും. അങ്ങനെ പെട്രോൾ വില കുറയുന്നതിന് സമാനമായ ഒരു പ്രതീതിയോ യാഥാർത്ഥ്യമോ ജനങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുമെന്നാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറയുന്നത്. കൂട്ടത്തിൽ തന്റെ സ്ഥിരം പ്രയോഗമായ എയിംസിനെയും അദ്ദേഹം പരാമർശിച്ചു. കേരളത്തിൽ എയിംസ് യാഥാർത്ഥ്യമാകുന്ന കാലം വിദൂരം അല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. എയിംസ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ UDF ഗവൺമെന്റും ആരോഗ്യമന്ത്രിയും പ്രതീക്ഷാ നിർഭരമായ ഒരു മനോഭാവമാണ് പ്രകടിപ്പിക്കുന്നതെന്നും അവരുടെ മനസ്ഥിതി തന്നെ മാറിയിരിക്കുന്നു എന്നും അദ്ദേഹം പറയുന്നു. നടപടിക്രമങ്ങൾ കൃത്യമായി പൂർത്തിയാക്കിയാൽ അടുത്ത ബജറ്റിൽ തന്നെ അത് യാഥാർത്ഥ്യമായേക്കും. അതുമല്ലെങ്കിൽ അതിനടുത്ത ബജറ്റിൽ. എന്തായാലും കേരളത്തിൽ എയിംസ് വരുന്ന കാലം വിദൂരമല്ല എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. UDF സർക്കാരിന്റെ അനുകൂല നിലപാട് ഈ പദ്ധതി വേഗത്തിലാക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം പറയുന്നു. അതേപോലെ രാജ്യത്തെ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നത് ഇസ്ലാമിക മതവിശ്വാസികൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം വനിതകൾക്ക് വലിയ രീതിയിൽ കരുത്തു പകരുമെന്നും സുരേഷ് ഗോപി സാർ പറയുന്നുണ്ട്. മുൻപ് മുസ്ലിം വനിതകൾക്കായി മുത്തലാഖ് പോലെയുള്ള ചടുലമായ നീക്കങ്ങൾ നടത്തിയ കേന്ദ്ര സർക്കാരിന്റെ അടുത്തൊരു വലിയ ചുവടുവെപ്പാണ് ഏക സിവിൽ കോഡെന്നും ഇതുകൊണ്ട് ഏറ്റവും വലിയ ഗുണമുണ്ടാകാൻ പോകുന്നത് ഇസ്ലാം മത വിശ്വാസത്തിലെ വനിതകൾക്കാണെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ വികസന നടപടികൾ രാജ്യ പുരോഗതിയും ജനക്ഷേമവും മാത്രം ലക്ഷ്യം വെച്ചുള്ളതാണ്. കേന്ദ്രത്തിന്റെ ഈ നീക്കങ്ങളെ ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടും കേരളത്തിലെ ചിലർ ഇതിനെ ചെറുതായി കാണുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കഴിഞ്ഞ 12 വർഷം കൊണ്ട് കേന്ദ്രം എന്തൊക്കെ ചെയ്തുവെന്നും അത് ജനങ്ങൾക്ക് എങ്ങനെയൊക്കെ നേട്ടമുണ്ടായെന്നും കേരളത്തിലെ ജനങ്ങൾ അറിയുന്നില്ല. അതിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വലിയ വിഷമമുണ്ടെന്നും കൂടെ സുരേഷ് ഗോപി പറയും. ഇദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം എന്തായാലും കൊള്ളാം, പെട്രോളിന് പൈസ കുറക്കാനൊന്നും പറ്റില്ല, വേണമെങ്കിൽ റോഡ് നന്നാക്കാം, സ്പീഡിൽ വണ്ടി ഓടിച്ച് എല്ലാവരും പെട്രോൾ ലാഭിക്കണം. എത്ര മനോഹരമായ ഒരു ഐഡിയയാണ് അദ്ദേഹത്തിനുള്ളത്. പെട്രോൾ വില വർധനയിൽ ഇന്നേ വരെ നമ്മുടെ രാജ്യത്തെ ഒരു രാഷ്ട്രീയക്കാരനും പറയാൻ ധൈര്യം കാണിക്കാത്ത ഒരു പരിഹാര മാർഗമാണ് അദ്ദേഹം പറഞ്ഞു തന്നത്. ഇങ്ങനെയൊക്കെ പറയാൻ അദ്ദേഹത്തിന് അവസരം നൽകിയ, ഇതിനൊക്കെ വഴിയൊരുക്കിയ തൃശ്ശൂർക്കാരെയാണ് നമ്മൾ ആദ്യം നന്ദിയോടെ സ്മരിക്കേണ്ടത്.